നമുക്കായി തുറന്നു കിട്ടുന്ന കാഴ്ചകൾ അതെങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ സന്തോഷം എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കാണുന്ന ചില ചുവരുകൾ അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങൾ ഒരുപാട് കഥകൾ പറയുന്നതായിരിക്കും. എല്ലാവരും ഈ കെട്ടിടത്തെ ഒരേ രീതിയിലായിരിക്കില്ല കാണുന്നത്. ഇതിനുള്ളിലെ കാഴ്ചകൾ പലർക്കും പല രീതിയായിരിക്കും. നിറം നേറിയ കാഴ്ചകൾ, നിറം മങ്ങിയ കാഴ്ചകൾ. ഇത് കാണുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. നമ്മൾ കാണാറുള്ള ഇത്തരം ചുവരുകൾ ബ്രിട്ടീഷ് കാലത്തിൻ്റെയോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ബാക്കി ശേഷിപ്പുകളായ പോണ്ടിച്ചേരിയിലോ ഫോർട്ട് കൊച്ചിയിലോ ഗോവയിലോ ഒക്കെയല്ലേ കാണാറുള്ളത്. എനിക്കങ്ങനെയൊക്കെ തോന്നി. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നത് ഗുജറാത്തിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ദാമൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗത്താണ്. കോട്ട കവാടം കടർന്ന് ഇങ്ങനെ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പലയിടത്തും ദാമനിൽ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ചേച്ചി ഗുജറാത്തിൽ വാപ്പിലാണ് താമസിക്കുന്നത്, അവിടെ പോയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത്തവണ പോയ സമയത്ത് എന്നെ അവർ കൊണ്ടുപോയി ഈ കാഴ്ചകൾ കാണിച്ചു തന്നു. ഡാമൻ ഫോർട്ട് എന്നാണ് ആ ഏരിയയ്ക്ക് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്നതാണ് ഈ കെട്ടിടങ്ങളൊക്കെയും. പുതിയ കെട്ടിടങ്ങൾ ഇതിനകത്ത് നിർമ്മിക്കുന്നുണ്ട്. പഴയ കെട്ടിടങ്ങളുടെ ശേഷിപ്പുകളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങൾ പിന്നെ നടന്നൊന്നും കാണാൻ നിന്നില്ല. വണ്ടിയുടെ ടോപ്പ് സൈഡ് ഓപ്പൺ ആക്കി എന്നെ കാണിച്ചു തന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തു, കൂട്ടത്തിൽ കാഴ്ചകൾ കണ്ടു. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പം ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഇതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. കോട്ടക്കവാടം കടന്ന് മറ്റൊരു വാതിലൂടെ കടക്കുന്നത് അതിലും മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കായിരുന്നു. ഈ മരം ഭയങ്കര രസമാണ് കാണാൻ. ഇനി ഇപ്പുറത്തെ കാഴ്ച എന്താണെന്നല്ലേ, അത് മറ്റൊന്നുമല്ല, അഴിമുഖമാണ്. അഴിമുഖത്ത് ഒരുപാട് ബോട്ടുകൾ അടുക്കിയിട്ടേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ അഴിമുഖത്ത് വന്നിട്ടുണ്ട്, ഗണപതി വിസർജനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ കോട്ടയ്ക്കും അല്ലെങ്കിൽ ഈ കടലിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്നൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്നെ കാണിക്കണേ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇത്രയും കുറേ വർഷങ്ങളായി ഞാൻ അവിടെയൊക്കെ പോകാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈവനിങ്ങിൽ സൺസെറ്റിൻ്റെ ടൈമിൽ ബീച്ച് സൈഡിലേക്ക് പോയിട്ടുള്ളൂ. ഈ ഭാഗത്തോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഗണപതിയുടെ ടൈമിൽ ഈ വഴി കൂടെ പോയപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്കിവിടെയൊക്കെ കാണണം, എന്നെ കൊണ്ടുപോയി കാണിക്കണേന്ന്. അങ്ങനെയാണ് ഇത്തവണ ചേച്ചി അതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. ഈ വിളക്കുമാടമില്ലേ, ഈ ലൈറ്റ് ഹൗസ്, ഇതിനും എന്തൊക്കെയോ ചരിത്രമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം എന്താണെന്ന് വെച്ചാൽ പണ്ട് ദാവൂദ് ഇബ്രാഹിം ആ പുള്ളി അവിടെ വന്ന് ഒളിച്ചിരുന്നിട്ടുണ്ട് പോലും. ആദ്യം എന്നോട് പറഞ്ഞു ദാവൂദിൻ്റെ വിളക്ക് ഹൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി പുള്ളി പണിഞ്ഞതാണോ എന്ന്. പിന്നെയാണ് പറയുന്നത് അല്ല, അവിടെ കണ്ട് പുള്ളി വന്ന് പണ്ട് ഒളിച്ചിരുന്ന സ്ഥലമാണെന്നൊക്കെ. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാലോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാറ്റടിക്കുന്നു, കാഴ്ചകൾ കാണുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഗണപതിയുടെ ടൈമിൽ ഞാൻ ഈ വഴിയിലൂടെ ഇങ്ങനെ ഓപ്പൺ ട്രക്കിലാണ് വന്നത്. പക്ഷേ അത് നൈറ്റ് വ്യൂ ആണ്, അത് അടിപൊളി കാഴ്ചയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഈവനിങ് സൺസെറ്റ് ആവാറായി, ആ ടൈമിലാണ് എത്തിയത്. പിന്നെ ഇവിടെ ഒരു വലിയ ശിവൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. വെങ്കല പ്രതിമ എന്തോ ആണെന്നാണ് പറഞ്ഞ്. എന്തോ ആയാലും ഞങ്ങൾ അതിനടുത്തേക്ക് പോയി കുറച്ച് സമയം അതും കണ്ടു. ഇത് അവിടെ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ശിവൻ്റെ സങ്കല്പം എന്നുള്ളതിനേക്കാൾ ഉപരി ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു രൂപമായിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് അവിടുത്തെ ഒരു ശ്മശാനത്തിലാണ് ഇതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം എന്തോ അറിയില്ല, ഭയങ്കര ധ്യാനത്തിലാണ്. ഭയങ്കര എന്തോ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഈ ഒരു പ്രതിമ കണ്ടപ്പം ഫീൽ ചെയ്തു. ശ്മശാനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ അവിടെ കുറേ സമയം നിന്നു, കാഴ്ചകൾ കണ്ടു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. ഭയങ്കര ഗ്ലാമറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളെ. അങ്ങനെ ആ പ്രതിമയിൽ കുറേ സമയം, അതിൻ്റെ ഇടയ്ക്ക് അവിടെ 2 തത്തകൾ വന്ന് ആശാൻ്റെ പാമ്പിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വലിയ സൂം ചെയ്തൊക്കെ എടുത്തു നോക്കി. അപ്പോഴാണ് ഗംഗയുടെ ആ ഒരു രൂപം, ആളുടെ ശിരസിലിരിക്കുന്ന ഗംഗയും നല്ല പുഞ്ചിരിച്ചിരിക്കുന്ന ഗംഗയുടെയൊക്കെ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ ഒരു പ്രതിമയ്ക്ക് എന്തോ ഒരു ഭയങ്കര ഭംഗി എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ വൈകുന്നേരം സൂര്യൻ്റെ വെളിച്ചം അടിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തിളങ്ങുന്ന പോലെ. അവിടുത്തെ കാഴ്ച കണ്ട് കുറച്ചിങ്ങോട്ട് വന്ന് ഇതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. കടൽ അങ്ങ് ദൂരെയാണ്. പിന്നെ ഞാൻ കടലിലോട്ടൊന്നും ഇറങ്ങാൻ പോയില്ല. തിരികെ പോകുന്നത് കോട്ടയുടെ പുറത്തുള്ള വഴി കൂടെയാണ്. നമ്മൾ വീണ്ടും അകത്തേക്ക് കയറിയില്ല. അവിടെ എല്ലാം നല്ല നീറ്റായിട്ട്
പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വൈകിട്ട് ആളുകളൊക്കെ വന്നിരിക്കാനൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വാട്ടർ ഫൗണ്ടൻസും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ലൈറ്റൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ തിരികെ പോന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സായാഹ്നമായിരുന്നു.